പശ്ചിമേഷ്യ വീണ്ടും സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലാണ്. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം മുൾമുനയിലാക്കി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്നും അത് തടയാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ വിജയകരമായി മുന്നോട്ട് പോവുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വാഷിംഗ്ടൺ ഡിസിയിലെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ആസ്ഥാനത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന് വ്യക്തമായ ദുരുദ്ദേശങ്ങളുണ്ട്. അതിനാൽ തന്നെ ആണവായുധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവരെ അനുവദിക്കില്ല. മുൻ ഭരണാധികാരികൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണ് അമേരിക്ക ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അമേരിക്കക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഇതിനുള്ള ശേഷിയില്ല, ട്രംപ് കൂട്ടിച്ചേർത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യത്തെ വാർത്തെടുക്കാൻ തനിക്ക് കഴിഞ്ഞെന്നും അതിന്റെ ഫലമായാണ് വെനസ്വേലയിൽ നിന്നടക്കം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ സ്വന്തമാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അമേരിക്കൻ സേന ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കം തടയുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ 12 വാണിജ്യ കപ്പലുകൾ വഴിതിരിച്ചുവിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഒരു കപ്പൽ പ്രവർത്തനരഹിത പ്രതികാര നടപടികൾക്ക് ഇരട്ടി പ്രഹരം നൽകുക എന്നതാണ് പ്രസിഡന്റ് ട്രംപിന്റെ നയമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതുവരെ ഇറാനുമേലുള്ള സമ്മർദ്ദം തുടരുമെന്നും റൂബിയോ വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. കുവൈറ്റിലെയും ജോർദാനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സൈന്യവും സംയുക്തമായി ആക്രമണം നടത്തി. അമേരിക്കയുടെ പ്രധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധപ്പുരകളും ഡ്രോൺ കേന്ദ്രങ്ങളും പൂർണ്ണമായി തകർത്തതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം അതിരൂക്ഷമാകുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.